ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലീഷ്യസ് പ്രോസിക്യൂഷൻ അണ്ടർ ലോ ഓഫ് ടോർട്ട് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. മലീഷ്യസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ തെറ്റായത് അതല്ലെങ്കിൽ ദുരുദ്ദേശപരമായിട്ടുള്ളത് എന്നൊക്കെയാണ്. സോ malicious prosecution is defined as a judicial proceeding instituted by one person against another from wrongful or improper motive without any reasonable and probable cause to justify it. അതായത് തെറ്റായ ഒരു ഉദ്ദേശത്തിന്റെ മുകളിൽ അതല്ലെങ്കിൽ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിന്റെ പുറത്ത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്കെതിരായിട്ട് ഇമ്പോസ് ചെയ്യുന്ന ജുഡീഷ്യൽ നടപടികളെയാണ് നമ്മൾ ഈ മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയാം, എനിക്ക് ബി എന്നുള്ള വ്യക്തിയോട് ഒരു പൂർവ്വ വൈരാഗ്യമുണ്ട്. ആൻഡ് ആ വൈരാഗ്യത്തിന് പുറത്ത് ബി ചെയ്യാത്തൊരു കാര്യം ഞാൻ ബി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ബിക്ക് എതിരായിട്ട് കേസ് കൊടുക്കുകയാണ്. ഇതൊരു മലീഷ്യസ് പ്രോസിക്യൂഷനാണ്. കാരണം എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അയാളുടെ പുറത്തുള്ള വൈരാഗ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ അയാൾക്ക് എതിരായിട്ട് നടപടി എടുക്കുന്നത്. ആൻഡ് രണ്ടാമതായിട്ട് അയാൾ അങ്ങനെ ഒരു കാര്യമേ ചെയ്തിട്ടില്ല. സോ എൻ്റെ ആ ഒരു പ്രവൃത്തിയെ ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാനും കഴിയില്ല. എനിക്ക് ഒരു ഇംപ്രോപ്പർ ആയിട്ടുള്ള മോട്ടീവ് ഉണ്ട്. ആ മോട്ടീവിൻ്റെ പുറത്തുമാണ് ഞാൻ ഇയാൾക്കെതിരായിട്ട് ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് മുന്നോട്ട് വെക്കുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ ഇതിനെയാണ് നമ്മൾ മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് വിളിക്കുന്നത്. വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വേഴ്സസ് ദിലീപ് കുമാർ റോയ് എന്നുള്ള കേസിൽ നമ്മുടെ കോടതി മലീഷ്യസ് പ്രോസിക്യൂഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. എ ജുഡീഷ്യൽ പ്രൊസീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ വൺ പേഴ്സൺ എഗെയിൻസ്റ്റ് അനദർ ഫ്രം wrongful or improper motive and without probable cause to sustain it is a malicious prosecution. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് തെറ്റായിട്ടുള്ള ഒരു മോട്ടീവിന്റെ പുറത്ത് ഒരു വ്യക്തിക്ക് എതിരായിട്ട് മറ്റൊരു വ്യക്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ജുഡീഷ്യൽ നടപടികളെയാണ് നമ്മൾ ഈ മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് മോറോവർ നമ്മൾ ചെയ്ത പ്രവൃത്തിനെ നമുക്ക് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാനും പറ്റില്ല. സോ ഇങ്ങനെയുള്ള ആ ഒരു നിയമ നടപടികളെയാണ് നമ്മൾ മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് മലീഷ്യസ് പ്രോസിക്യൂഷനെ കുറിച്ചിട്ട് നോക്കാം. സോ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ മലീഷ്യസ്ലി പ്രോസിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോസിക്യൂട്ട് ചെയ്തിട്ടുള്ള വ്യക്തിക്ക് എന്തിനുള്ള അവകാശമുണ്ട്? തിരിച്ച് അയാളെ സ്യൂ ചെയ്യാനുള്ള അവകാശമുണ്ട്. സോ മലീഷ്യസ് പ്രോസിക്യൂഷൻ അവിടെ നടന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് പ്രസന്റ് ആയിരിക്കേണ്ടത് എന്നാണ് ഇനി നമ്മൾ ഇതിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ ബൈ ഡിഫൻഡന്റ്. The first essential element which the plaintiff is required to prove in a suit for damages for malicious prosecution is that plaintiff was prosecuted by defendant. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ മലീഷ്യസ് പ്രോസിക്യൂഷന്റെ പുറത്തുള്ള ഡാമേജസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്യൂട്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്ലെയിൻറ്റിഫ് ആദ്യമായിട്ട് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലെയിൻറ്റിഫിനെ നമ്മുടെ ഡിഫൻഡന്റ് പ്രോസിക്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഡിഫൻഡന്റ് പ്ലെയിൻറ്റിഫിനെ പ്രോസിക്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. The word prosecution carries a wider sense than a trial and includes criminal proceedings by way of appeal or revision. സോ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ പ്രോസിക്യൂഷൻ എന്ന് പറയുമ്പോൾ അത് ട്രയലിൽ മാത്രം ഒതുങ്ങിയിട്ടുള്ള കാര്യമല്ല. അതായത് അപ്പീലും റിവിഷനും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്ന കാര്യം തന്നെയാണ്. സോ ആദ്യമായിട്ട് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലെയിൻറ്റിഫിനെ ഡിഫൻഡന്റ് മുന്നേ പ്രോസിക്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു കേസിലോ നോക്കാം, ഗജേന്ദ്രനാഥ് വേഴ്സസ് ജേക്കബ് ചന്ദ്ര. സോ ഈ കേസിൽ കോർട്ട് ഹെൽഡ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് എക്സിക്യൂട്ടീവ് അതോറിറ്റിയുടെ മുൻപിൽ ഒരു കാര്യം നോട്ടീസിൽ കൊണ്ടുവന്നു എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രോസിക്യൂഷൻ ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പോലീസിന്റെ മുന്നിൽ വന്ന് പറഞ്ഞു അയാൾ അത് ചെയ്തു, അയാൾ ഇത് ചെയ്തു, ജസ്റ്റ് പോലീസിനെ അറിയിക്കുക എന്ന് പറയുന്നത് നമുക്ക് പ്രോസിക്യൂഷൻ ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല. സോ അതുകൊണ്ട് തന്നെ ഈ കേസിൽ മലീഷ്യസ് പ്രോസിക്യൂഷൻ നിലനിന്ന് പോയില്ല എന്നാണ് ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
It is significant to note that departmental inquiry by disciplinary authority cannot be called as prosecution. അതായത് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സിന്റെ ഭാഗമായിട്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം ഒരു ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു വ്യക്തിയെ അന്വേഷണത്തിന് ഇരയാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അന്വേഷണത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോസിക്യൂഷനായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇത് വെറും എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ കണക്കാക്കണം, അതായത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു സ്കൂളിൽ ഒരു ടീച്ചർ മര്യാദയ്ക്ക് ക്ലാസ് എടുക്കുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് വന്നു. അപ്പം എന്ത് ചെയ്യാണ്, ആ ടീച്ചർ ഉൾപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് എന്ത് ചെയ്യാണ്, ആ ടീച്ചറെ മര്യാദയ്ക്ക് ക്ലാസ് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അന്വേഷിച്ചറിയാൻ വേണ്ടിയിട്ട് ആ ടീച്ചറുടെ മുകളിൽ എൻക്വയറി നടത്തുകയാണ്. ഈ ഒരു എൻക്വയറിനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോസിക്യൂഷനായിട്ട് കണക്കാക്കാൻ കഴിയില്ല. അടുത്ത എസെൻഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് റീസണബിൾ ആൻഡ് പ്രോബബിൾ കോസ്. തനിക്കെതിരെ വെറുതെ കേസ് ഫയൽ ചെയ്താൽ മാത്രം പോരാ, അതായത് ഡിഫൻഡന്റ് പ്ലെയിൻറ്റിഫിനെ എതിരെ പ്രോസിക്യൂട്ട് ചെയ്താൽ മാത്രം പോരാ, അവിടെ എന്തും കൂടി പ്രസന്റ് ആയിരിക്കണം, ഒരു കാരണവും ഇല്ലാണ്ട് അതല്ലെങ്കിൽ ഒരു റീസണും ഇല്ലാണ്ട് ആയിരിക്കണം ഈ ഡിഫൻഡന്റ് എന്ത് ചെയ്തിട്ടുണ്ടാവേണ്ടത്, പ്ലെയിൻറ്റിഫിനെ പ്രോസിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവേണ്ടത്. അതായത് അവിടെ പ്രോബബിൾ കോസും റീസണബിൾനെസ്സും ആബ്സെന്റ് ആയിരിക്കണം. പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാണ്ട് ഒരു കോസും ഇല്ലാണ്ട് ആയിരിക്കണം ഡിഫൻഡന്റ് പ്ലെയിൻറ്റിഫിനെ പ്രോസിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവേണ്ടത്. സോ ഈ റീസണബിൾനെസ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് കോടതിയായിരിക്കും കേട്ടോ. അതായത് ഇതിന്റെ പിന്നിൽ പ്രത്യേകിച്ച് കാരണം ഉണ്ടോ അതോ ഇയാൾ വെറുതെ കേസ് കൊടുത്തതാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് കോടതിയായിരിക്കും. അതായത് കേസിന്റെ ഫാക്റ്റ് ഒക്കെ അനുസരിച്ചിട്ട് അത് കോടതിയായിരിക്കും ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുക. ഒരു കേസ് ലോ നോക്കാം, അന്തരാജമി ശർമ്മ വേഴ്സസ് പത്മ ബേവ. It has been said that law is settled that in a case of damages of malicious prosecution, onus of proof of absence of reasonable and probable cause rests on the plaintiff. So ഈ കേസിൽ ഹെൽഡ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അവിടെ പ്രോബബിൾ കോസ് ഇല്ല അല്ലെങ്കിൽ റീസണബിൾ കോസ് ഇല്ല എന്നുള്ളതൊക്കെ തെളിയിക്കേണ്ടത് ആരാണ്, പ്ലെയിൻറ്റിഫ് ആയിരിക്കണം. അതായത് തനിക്കെതിരെ യാതൊരുവിധ കാരണവും ഇല്ലാണ്ട് അടിസ്ഥാനരഹിതമായിട്ടാണ് ഡിഫൻഡന്റ് പ്രോസിക്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്ന് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത ലൈ ചെയ്യുന്നത് പ്ലെയിൻറ്റിഫിന്റെ പുറത്താണ് എന്നാണ് ഇവിടെ ഹെൽഡ് ചെയ്തിട്ടുള്ളത്. സോ ഓണസ് ഓഫ് പ്രൂഫ് ഓഫ് ആബ്സെൻസ് ഓഫ് റീസണബിൾ ആൻഡ് പ്രോബബിൾ കോസ് എന്ന് പറയുന്നത് എപ്പോഴും പ്ലെയിൻറ്റിഫിന്റെ പുറത്തായിരിക്കും എന്നാണ് ഇവിടെ ഹെൽഡ് ചെയ്തിട്ടുള്ളത്. ഡാമേജസ് ഫോർ മലീഷ്യസ് പ്രോസിക്യൂഷന്റെ പുറത്തുള്ള സ്യൂട്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് പ്ലെയിൻറ്റിഫ് അടുത്തതായി പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിഫൻഡന്റ് ദുരുദ്ദേശത്തോട് കൂടിയിട്ടാണ് ആക്ട് ചെയ്തിട്ടുള്ളത് എന്നാണ്. അതായത് ഒരു ദുരുദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഡിഫൻഡന്റ് പ്ലെയിൻറ്റിഫിനെതിരായിട്ട് കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്, അതല്ലാണ്ട് നിയമം നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല. ഇവിടെ ദുരുദ്ദേശം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്ലെയിൻറ്റിഫിനോടുള്ള പകയോ വഞ്ചനയോ അല്ലെങ്കിൽ ദേഷ്യമോ അതൊന്നും ആയിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ പ്ലെയിൻറ്റിഫിൻ്റെ ഏതെങ്കിലും പ്രോപ്പർട്ടി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ പ്ലെയിൻറ്റിഫിൻ്റെ പൈസ തട്ടിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടായിരിക്കാം. സോ അങ്ങനെയുള്ള ഉദ്ദേശത്തിനെയൊക്കെ നമ്മൾ എന്താണ് ഈ മലീഷ്യസ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ നിയമം കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലല്ല, നേരെ മറിച്ച് ഒരു ദുരുദ്ദേശത്തോടു കൂടിയിട്ടാണ് പ്ലെയിൻറ്റിഫിനെതിരായിട്ട് ഡിഫൻഡന്റ് പ്രോസിക്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് അടുത്തതായിട്ട് പ്രൂവ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ പ്രോസിക്യൂട്ട് ചെയ്ത സമയത്ത്, അതായത് ഈ ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് തുടങ്ങിയ സമയത്തൊക്കെ ഡിഫൻഡന്റ് ചിലപ്പോൾ ഇന്നസെൻസോട് കൂടിയിട്ടായിരിക്കും ആക്ട് ചെയ്തിട്ടുണ്ടാവുക. അതായത് അപ്പം അയാളുടെ മനസ്സിൽ പ്രത്യേകിച്ച് കളങ്കമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ കേസൊക്കെ തുടങ്ങി പകുതി എത്തിയപ്പോഴാവും ചിലപ്പോൾ ഇയാളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ദുരുദ്ദേശം അറൈസ് ചെയ്തിട്ടുണ്ടാവുക. സോ അങ്ങനെ ഇടയിൽ ആ ഒരു ഉദ്ദേശം വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ മലീഷ്യസ് ആയിട്ട് തന്നെ കണക്കാക്കാം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഈ മലീഷ്യസ് ആയിട്ട് ഇയാൾ ആക്ട് ചെയ്തു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അയാൾ തുടക്കം തൊട്ടേ അയാൾ അങ്ങനെ ആ ഒരു ഉദ്ദേശത്തിൽ വന്നോളണം എന്നില്ല. അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് അയാൾക്ക് അങ്ങനെ ഒരു സ്വഭാവം കയറി കഴിഞ്ഞാലും നമ്മൾ അതിനെ മലീഷ്യസ് പ്രോസിക്യൂഷൻ ആയിട്ടാണ് കണക്കാക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ടെർമിനേഷൻ ഓഫ് പ്രൊസീഡിങ്സ് ഇൻ ദ ഫേവർ ഓഫ് ദ പ്ലെയിൻറ്റിഫ്.
in a suit for damages for malicious prosecution, it is essential to show that the proceedings complaint of terminated in the favor of the plaintiff. അതായത് ഡാമേജസ് ഫോർ മലീഷ്യസ് പ്രോസിക്യൂഷൻ സ്യൂട്ട് ഫയൽ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു പെർട്ടിക്കുലർ കാര്യം നമ്മുടെ പ്ലെയിൻറ്റിഫ് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് പ്ലെയിൻറ്റിഫിന് എതിരായിട്ട് മുന്നേ നമ്മുടെ ഡിഫൻഡന്റ് നടത്തിയിട്ടുള്ള ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് നമ്മുടെ പ്ലെയിൻറ്റിഫിന് അനുകൂലമായിട്ട് തന്നെ അവസാനിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പ്ലെയിൻറ്റിഫിനെ കോടതി ശിക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും മലീഷ്യസ് പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് മലീഷ്യസ് പ്രോസിക്യൂഷന്റെ ഡാമേജസിന് വേണ്ടിയിട്ട് സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റില്ല. ഈവൻ ദോ അയാൾ നിരപരാധിയാണ്, അയാൾക്ക് അയാളുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാനൊക്കെ കഴിയുമെങ്കിൽ പോലും അയാളെ കോടതി ശിക്ഷിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ സ്യൂട്ടായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ടെർമിനേഷൻ ഇൻ ദ ഫേവർ ഓഫ് പ്ലെയിൻറ്റിഫ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോടതി അയാൾ ഇന്നസെന്റ് ആണ് എന്ന് കണ്ടെത്തി എന്നുള്ളതല്ല, നേരെ മറിച്ച് അയാളുടെ ഗിൽട്ട് അവിടെ, അതായത് അയാളുടെ ഭാഗത്ത് നിന്ന് അവിടെ ഒരു തെറ്റ് എന്നുള്ളൊരു സംഭവം അവിടെ പ്രസന്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. സോ അടുത്ത കണ്ടീഷനായിട്ട് ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലെയിൻറ്റിഫിന് അനുകൂലമായിട്ട് ആ പ്രൊസീഡിങ്സ് ടെർമിനേറ്റ് ചെയ്യപ്പെട്ടിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ്. കോടതി അഥവാ അയാളെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും മലീഷ്യസ് പ്രോസിക്യൂഷന്റെ ഡാമേജസിന് വേണ്ടിയിട്ട് സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റില്ല. അടുത്ത എസെൻഷ്യൽ എന്ന് പറയുന്നത് പ്ലെയിൻറ്റിഫ് സഫേർഡ് ഡാമേജ് ആസ് എ റിസൾട്ട് ഓഫ് ദ പ്രോസിക്യൂഷൻ. ലാസ്റ്റ് ആയിട്ട് നമ്മുടെ പ്ലെയിൻറ്റിഫ് ഒരു കാര്യം കൂടിയും പ്രൂവ് ചെയ്യണം. അതായത് തനിക്കെതിരായിട്ട് ഡിഫൻഡന്റ് ഇങ്ങനെ ഒരു പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് മൂലം, അതായത് ഈ ഒരു തെറ്റായിട്ടുള്ള ഈ ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് നടത്തിയത് മൂലം നമ്മുടെ പ്ലെയിൻറ്റിഫ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, പ്ലെയിൻറ്റിഫ് കുറേ നാശനഷ്ടങ്ങൾ അനുഭവിക്കാൻ ഇടയായിട്ടുണ്ടായിരിക്കണം. അതായത് ഒന്നെങ്കിൽ പ്ലെയിൻറ്റിഫിന്റെ റെപ്യൂട്ടേഷനെ, അയാളുടെ പേരിനെയും പെരുമയെയും ഇത് ബാധിച്ചിട്ടുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ പ്ലെയിൻറ്റിഫിന്റെ ഏതെങ്കിലും പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും കേടുപാടുകൾ വന്നിട്ടുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ പ്ലെയിൻറ്റിഫിന് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, പ്ലെയിൻറ്റിഫ് സ്യൂട്ട് ഫോർ ഡാമേജസ് ഫോർ മലീഷ്യസ് പ്രോസിക്യൂഷൻ ഫയൽ ചെയ്യുന്ന സമയത്ത് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മലീഷ്യസ് പ്രോസിക്യൂഷനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതുപോലെ തന്നെ മലീഷ്യസ് പ്രോസിക്യൂഷൻ അവിടെ പ്രസന്റ് ആയിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലെയിൻറ്റിഫ് പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.